കൊട്ടാരക്കര ആയൂർ ജംഗ്ഷനിലെ അശാസ്ത്രീയ ട്രാഫിക് നിയന്ത്രണത്തിൽ യാത്രക്കാർ വല്ലാതെ വലയുന്നുവെന്ന റിപ്പോർട്ട്. ട്രാഫിക് നിയന്ത്രിക്കാനെത്തുന്ന പോലീസുകാർ തന്നെ നിയമം ലംഘിക്കുകയും നിയമലംഘനത്തിന് യാത്രക്കാരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമാണ് ആയൂരിൽ. ചോദ്യം ചെയ്യുന്നവർക്ക് നല്ല പിഴയും കിട്ടും. നാട്ടുകാരുടെ പരാതിയിൽ കാര്യമന്വേഷിച്ചെത്തിയ 24 വാർത്താ സംഘത്തിനും ഇതേ ദുര്യോഗം നേരിടേണ്ടി വന്നു എന്നാണ് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത്. ചുവപ്പ് മാറി പച്ച കത്തി, വാഹനങ്ങൾ നീങ്ങിത്തുടങ്ങി. പെട്ടെന്നാണ് ഹോംഗാർഡ് വന്ന് വാഹനം തടഞ്ഞത്. പച്ച തെളിഞ്ഞു കിടന്നിട്ടും വാഹനം കടത്തിവിടാത്തത് എന്തെന്ന് ചോദിച്ചപ്പോൾ ഹോംഗാർഡിന്റെ പ്രതികരണം ഇങ്ങനെ: ഹോംഗാർഡിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പരാതി പറയാൻ സമീപത്തുള്ള പോലീസിന്റെ അടുത്തെത്തിയപ്പോൾ അതിലും കേമം. റോഡ് സേഫ്റ്റി വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ച വളവിൽ തന്നെ. കാക്കിയിട്ടവർ പറയുന്നതങ്ങ് കേട്ടാൽ മതിയെന്ന ഞങ്ങളെ പിടിച്ചു തള്ളിക്കൊണ്ട് SI. ഞങ്ങൾ ക്യാമറ ഓൺ ചെയ്തതോടെ സിഗ്നൽ തന്നെ ഓഫ് ചെയ്തു. ഇതോടെ ആംബുലൻസ് അടക്കം ഗതാഗത കുരുക്കി. ഇവിടെ സിഗ്നലൊക്കെ നോക്കുകുത്തിയാണെന്നും ഹോംഗാർഡിന്റെയും പോലീസിന്റെയും ഇത്തരം പെരുമാറ്റം പതിവെന്നും നാട്ടുകാർ. അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ട്രാഫിക് ബ്ലോക്കിന് എതിരെ പ്രതികരിക്കുന്ന പൊതുജനങ്ങളിൽ ഒരുവനായ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് വളരെ നികൃഷ്ടമായ പ്രവൃത്തിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് ബ്ലോക്കാണ്. അതുമാത്രമല്ല, ആയൂർ ടൗണിൽ റെഡ് ലൈറ്റ്, പച്ച, മഞ്ഞ, ചുവപ്പ് എല്ലാം കത്തിക്കിടക്കുക. എങ്ങോട്ട് പോകണം? ഇത് വളരെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കും വാഹനം ഓടിക്കുന്നവർക്കും. ഈ സിഗ്നലിലെ കുഴപ്പം ഇതെപ്പോഴും അണഞ്ഞിറക്കും, എപ്പോഴും ഓഫ് ചെയ്യുന്ന അറിയത്തില്ല. ചില സമയം ഓണായി കിടക്കും, ചിലപ്പോൾ കറക്റ്റായിട്ട് കാണിക്കും, ചിലപ്പോൾ മൊത്തം അണഞ്ഞു പോകും. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. നമ്മളെന്ത് ചെയ്യും? ചോദ്യം ചെയ്താൽ പിന്നെ ഫോട്ടോ എടുപ്പും ഫൈൻ ഈടാക്കലുമാണ് പ്രതികാരം. ഇതുപേടിച്ച് എല്ലാം സഹിച്ച് മിണ്ടാതെ പോവുകയാണ് യാത്രക്കാർ. 24 കൊട്ടാരക്കര.